ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തി നൂഡിൽസ് ആണ്. അതിനായിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക്, കരിവേപ്പില, സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം അരിഞ്ഞെടുക്കാം. നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിയണം. ഞാൻ കുറച്ച് ബാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. ആദ്യം പാതിയായിട്ട് അരിയണം. എന്നിട്ട് ഇതേപോലെ തന്നെ തക്കാളിയും ഇതേപോലെ അരിഞ്ഞെടുക്കണം. തറയെ വീണ് പോയി. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം. നമ്മൾ മുളക് അരിഞ്ഞെടുക്കണം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ നീറ്. അതുകൊണ്ട് ഞാൻ ഒന്ന് കയ്യച്ചെടുത്ത് നോക്കാം. നമ്മൾ പറയാൻ വിട്ടുപോയി, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് വേണം. നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. ഉള്ളി അരിയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, കണ്ണൊക്കെ നീറും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചപ്പാത്തി ചുട്ടെടുക്കണം. അതാണ് മെയിൻ ഐറ്റം. ഇത് നമ്മൾ സവാള 3 എടുത്തുകൊണ്ടാണ് കുറേ ഉള്ളത്. ഇനി നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാം. ഈ തണ്ടാകെ അരിഞ്ഞ് കളയാം. ഇനി നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞെടുത്ത് ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ചപ്പാത്തി ചുടാൻ പോകാൻ. ഇതെല്ലാം അടുത്ത് വെക്കട്ടെ. ഇനി നമുക്ക് ചപ്പാത്തി ചുടാൻ പോകാൻ വരൂ. നമ്മൾ 2 ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ ചുടാം. നമ്മൾ 5 ചപ്പാത്തിയാണ് ചുടാൻ നിൽക്കുന്നത്. അത് നമുക്ക് എണ്ണ തടവി കൊടുക്കാം. നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ മണ്ടയിൽ കൂടെ എണ്ണ തൊട്ട് കൊടുക്കാം. പൊങ്ങി വരുന്നുണ്ട്. മറിച്ചിടാം. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ചപ്പാത്തി എല്ലാം ഇങ്ങനെ തന്നെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ചപ്പാത്തി വീതമാണ് എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കണം. കത്തിരിയോ പിച്ചാത്തിയോ വെച്ച് കട്ട് ചെയ്യുക. ഈ കത്തിരി വേണ്ട, ഈ കത്തിരി എടുക്കാം. എല്ലാ ചപ്പാത്തിയും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇത് ഇങ്ങനെ റൗണ്ട് ആയിരിക്കുന്നതിന് നീളമാക്കി എടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാം.
പാനിൽ ഓയിൽ ഒഴിച്ച് ഇതെല്ലാം ചുട്ട് എടുക്കാം. വയ്ക്കണം. നമുക്ക് ഇനി വെള്ളം വറ്റിയിട്ടേ എണ്ണ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. വെള്ളം വറ്റട്ടെ. ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം വറ്റി വന്നിട്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത്ര എണ്ണ മതി. ഇനി നമുക്ക് അരിഞ്ഞ സവാള ആദ്യം ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മൊത്തം ഇതിനകത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കരിവേപ്പിലയും സവാളൊക്കെ കിടപ്പുള്ള അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും നന്നായിട്ട് വറുത്ത് എടുക്കണം. എന്നിട്ട് നമുക്കിനി ഇതിനകത്തുള്ള മൊത്തം വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം നമ്മൾ ഇട്ട് കൊടുക്കും. ഇതിന് പച്ചമണം മാറുന്നത് വരെ വരട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇത് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മസാല ഇടാം. മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാല 1 സ്പൂൺ. ഇതെല്ലാം മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. മൊത്തം ഞാൻ ഇടുകയാണ്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ പാടാണ്. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇത് 2 മിനിറ്റ് ആയി. ഇത് തുറന്ന് നമുക്ക് ഇളക്കി പാത്രത്തിലോട്ട് മാറ്റാം. ചെറുതായിട്ട് അടുക്കി പിടിച്ചു എന്നൊരു സംശയമല്ല, അടുക്കി പിടിച്ചു. നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. ഇതിനെ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യുക. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.